കോട്ടയത്ത് കേരള ബാങ്ക് ശാഖ ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അതുപോലെ ആറ്റിങ്ങലിൽ സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. ആറ്റിങ്ങൽ വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവിടെ ആറ്റിങ്ങലിലെ കടകൾ പൊതുവെ തുറന്ന് പ്രവർത്തിക്കുന്നുവെന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീജിത്ത്, എന്താണ് ആറ്റിങ്ങലിലെ സംഭവങ്ങൾ? ആറ്റിങ്ങലിൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബസ്സുകളാണ് സമരാനുകൂലികൾ തടയാൻ ശ്രമിക്കുന്നത്. അവിടെ പോലീസിന്റെ ശക്തമായ ബന്ദോബസ്തുണ്ടെങ്കിലും സമരാനുകൂലികൾ ബസ്സുകൾ ഓടാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ്. അവിടെ ബസ്സുകൾ തടഞ്ഞിട്ടാണ് പ്രതിഷേധം. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങളും അടയ്ക്കണമെന്ന് ഹർത്താൽ അനുകൂലികൾ, ബന്ദ് അനുകൂലികൾ ആവശ്യപ്പെട്ടു. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകൾ അതിന് തയ്യാറായിട്ടില്ല. അങ്ങനെ ചെറിയ തോതിലുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കില്ല എന്ന നിലപാടിലാണ് വ്യാപാരികൾ ഉള്ളത്. അതുകൊണ്ട് അത് അവിടുന്ന് തിരുവനന്തപുരം ജില്ലയുടെ മറ്റു ഭാഗമായ കാട്ടാക്കടയിൽ വന്നാൽ കാട്ടാക്കടയിൽ പെട്രോൾ പമ്പുകൾ സമരാനുകൂലികൾ അടപ്പിക്കുകയാണ്. നിർബന്ധിച്ച് പെട്രോൾ പമ്പുകൾ അടപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാട്ടാക്കടയിൽ നിന്നും മറ്റും പുറത്തു വന്നിട്ടുള്ളത്. പാറശാല, നെയ്യാറ്റിൻകര ഡിപ്പോകളിൽ നിന്നുള്ള KSRTC സർവീസുകളെ ഈ ഹർത്താൽ ബന്ദ് ബാധിച്ചിട്ടില്ല. അവിടെ നിന്ന് ബസ്സുകൾ സുഗമമായി യാത്ര നടത്തുന്നുണ്ട്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും ബസ്സുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അവിടെ ഈ ഹർത്താൽ അനുകൂലികളുടെ സാന്നിധ്യമില്ല. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.